ഹായ് ഗൈസ്, സുഖമാണോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സ്റ്റഡി വ്ളോഗ് വിട്ടിട്ടുണ്ടായിരുന്നു, മിഡ് ടേം എക്സാമിൻ്റെ ഫസ്റ്റത്തെ എക്സാമിൻ്റെ. പക്ഷേ അതിൽ ഞാൻ മടിയായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കാതിരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാം. ലാസ്റ്റത്തെ മിഡ് ടേം എക്സാമാണ്, സോ അതൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പം ലാസ്റ്റത്തെ മിഡ് ടേം എക്സാമാണ്, അത് ലാസ്റ്റത്തേത് മാത്സ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും കണ്ടു നോക്കൂ. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ മാത്സ് ടീച്ചർ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ കുറച്ചായിട്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. മണ്ണാർക്കാടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും, ഈ മണ്ണാർക്കാട് ഒരു സ്പെസിഫിക് പ്ലേസിലൊക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നു. അപ്പം കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. അങ്ങനെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ടാണ് ടീച്ചർ വരാതിരുന്നത്. അപ്പം ടീച്ചർ മിഡ് ടേം എക്സാമിൻ്റെ തലേന്ന് പറഞ്ഞു, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചൊരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന്. ഞാൻ 10th ആണ്, സ്റ്റേറ്റ് സിലബസാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എജുപോർട്ടിലത്തെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ്. വൺ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മറ്റേ ആപ്പിലൊരു സ്റ്റുഡൻ്റാണ് ഞാൻ, പക്ഷേ ആപ്പിലത്തെ ക്ലാസ് കാണണ്ട, ഇപ്പോൾ ഇതിൽ വൺ ഷോട്ട് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ടൈം കുറച്ചല്ലേ ഉള്ളൂ, പിറ്റേ ദിവസമല്ലേ പറഞ്ഞിട്ട് 2 ചാപ്റ്ററും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിരുന്ന് കണ്ട് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? ഞാനിപ്പം ഈ അടുത്തൊരു വീഡിയോ നോട്ട് ചെയ്തിരുന്നു, ഈ ക്ലാസ് കാണുന്ന വീഡിയോ തന്നെ വന്നിട്ട് ഒരു 1 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് സ്പീഡിലിട്ടിട്ട് ചെറുതാക്കിയതാണ്. പിന്നെ ഞാൻ ഈ ഒരു ക്ലാസ് കുറച്ച് കണ്ടു, എന്താ പറയുക, ഹാഫല്ല അതിലും കൂടുതൽ കണ്ടു, ഒരു 2 മണിക്കൂറൊക്കെ കണ്ടു. അങ്ങനെ എന്തോ കണ്ടിട്ട് പിന്നെ എല്ലാതും എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീക്കാം, അങ്ങനത്തെ ഒരു ഇതിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വ്ളോഗും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വന്നിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് പിന്നെ ഞാൻ ഒരു 3:30 ആകുമ്പോൾ പഠിക്കാൻ തുടങ്ങി. അതിന് മുന്നേ ഇങ്ങനെ ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഈ മാത്സ് ആകുമ്പം കുറച്ചും കൂടെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലൊരു കാര്യമാണ്, മനസ്സിലാവും കൂടുതൽ. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ മാത്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും പറയുക. പിന്നെ സിലബസ് മാറിയതുകൊണ്ട് തന്നെ കുറച്ച് ടഫായി എന്ന് എല്ലാവരും പൊതുവെ പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ചാപ്റ്റർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, സത്യം പറയാം, ഹോണസ്റ്റായിട്ടൊരു കാര്യം പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ അതന്നെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഫുള്ളും കണ്ടു തീർത്തു. രാവിലെ ഒരു 3 മണിക്ക് എണീറ്റ് 3:30-ക്ക് തുടങ്ങി 4 മണിക്കാണ് ഈ എന്താ പറയുക ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റോപ്പായത്. അപ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി എന്താ പറയുക പഠിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യം പഠിച്ചതാണ്. ടീച്ചർ പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് വേഗം മനസ്സിലാവും, ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒന്ന് വേഗം തലയിൽ കയറാൻ വേണ്ടിയിട്ട് ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കി എനിക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാത്സിൻ്റെത് കുറച്ചും കൂടെ നല്ലതാണ് ക്ലാസ് കാണുന്നത്. അങ്ങനെ ഞാൻ ക്ലാസ് കണ്ടു. പിന്നെ ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാനുള്ളതൊക്കെ. ഞാൻ അതൊക്കെ ചെയ്തു, പ്രോബ്ലംസ് ചെയ്തു നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മാത്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അങ്ങനെ ഞാനൊരു 4 മണിയാകുമ്പോഴാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞത്. ക്ലാസ് പിന്നെ കണ്ടു കഴിഞ്ഞു, തീർത്തു. ഇനി ഞാൻ ടെക്സ്റ്റിലുള്ളത് തന്നെ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുകയാണ്. അത് നോട്ടിലത്തെയും കൂടെ നോക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഓൾമോസ്റ്റ് ഞാനൊരു 6 മണി 6:30 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ രാവിലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ വരയ്ക്കാനും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നോക്കി വെച്ചു എന്നുള്ളൂ. പിന്നെ ഒരു 7 മണിക്ക് ആകുമ്പം ഞാൻ
ഫ്രഷ് ആവാൻ പോയി. അങ്ങനെ നല്ല വെതറായിരുന്നു, മഴ ഉണ്ടായിരുന്നില്ല, പിന്നെ വെയിലും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ പ്രോബ്ലംസ് ചെയ്ത് എനിക്ക് തന്നെ ശരിയിട്ട് എനിക്ക് തന്നെ ഗുഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 2 പേജിലാണ് ഞാൻ പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit me back like nothing happened at all. അപ്പം ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ഞാൻ ഫസ്റ്റിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമില്ലേ, അതെന്താണെന്ന് പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇലക്ഷന് നിന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക്. ഈ മാത്സ് എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴാണ് വോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജയിച്ചു. ഞാനിപ്പോൾ സ്കൂൾ ലീഡറാണ്. അതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചൊക്കെ എടുത്ത് വെച്ചു, ബുക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു സ്റ്റഡി വ്ളോഗൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.